അധ്യാപകന്റെ കൈവെട്ട് കേസിൽ ഒന്നാം പ്രതി സവാദിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ഫെബ്രുവരി 16 വരെയാണ് റിമാൻഡ് നീട്ടിയത്. സവാദിനെ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് NIA. അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും NIA അറിയിച്ചു. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, റിമാൻഡ് കാലാവധിയാണ് നീട്ടിയിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. KP കഴിഞ്ഞ 10 ദിവസമായി 19-ാം തീയതി മുതൽ അന്വേഷണ സംഘം NIAയുടെ കസ്റ്റഡിയിലായിരുന്നു സവാദ്. വിശദമായി തന്നെയുള്ള ചോദ്യം ചെയ്യലും ഏതാനും സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടപടികളും പൂർത്തിയാക്കി. ഇതിനുശേഷമാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നത് അനുസരിച്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഇന്ന് കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വിശദമായ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട്. അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ ചില ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി എന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസത്തെ കസ്റ്റഡി കൂടി ആവശ്യമുണ്ട്. അടുത്തയാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് സവാദിന്റെ കസ്റ്റഡി കാലാവധി ഫെബ്രുവരി 16 വരെ നീട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനിടയിലായിരിക്കും കൂടുതൽ ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കടക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ നിലവിൽ എറണാകുളം സബ് ജയിലിലാണ് സവാദ് റിമാൻഡിൽ കഴിയുന്നത്. എന്നാൽ സബ് ജയിലിലെ സുരക്ഷാ സൗകര്യങ്ങൾ അപര്യാപ്തമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കാക്കനാടുള്ള എറണാകുളം ജില്ലാ ജയിലിലേക്ക് പ്രതിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിരിക്കും റിമാൻഡ് കാലാവധിയിൽ ഇനിയുള്ള തുടർന്ന് റിമാൻഡ് കാക്കനാട് ജില്ലാ ജയിലിലായിരിക്കും തുടരുകയും ചെയ്യുക. മാത്രമല്ല വിശദമായ ഒരു ചോദ്യം ചെയ്യലിലൂടെ മാത്രമായിരിക്കും എവിടെ നിന്നെല്ലാം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്, സാമ്പത്തിക സഹായം നൽകിയത് ആരെല്ലാം, എവിടെയെല്ലാമാണ് ഒളിവിൽ കഴിഞ്ഞത്, കേരളത്തിന് അകത്തും പുറത്തുമായി ഒളിവിൽ കഴിഞ്ഞതിന്റെ വിവരങ്ങളും എല്ലാം ലഭിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിന്റെ ചില സൂചനകൾ അല്ലെ അത്തരത്തിലുള്ള മൊഴികൾ പ്രാഥമികമായി ലഭിച്ചിരുന്നു എങ്കിൽ പോലും കൃത്യമായി ചോദ്യം ചെയ്യലിൽ ഒരിടത്തും വിദേശങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ തനിക്ക് ചില സഹായങ്ങൾ നൽകിയ ആളുകളെ കുറിച്ച്, അത് കണ്ണൂർ ജില്ലയിലാണെങ്കിലും വളപട്ടണത്ത് അടക്കം വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന സമയത്ത്, കണ്ണൂരും കാസർഗോഡുമായി മാറി മാറി താമസിക്കുന്ന സമയങ്ങളിൽ അവിടെ ഒളിത്താവളങ്ങൾ ഒരുക്കുകയും സഹായങ്ങൾ ചെയ്തവരുടെയും വിവരങ്ങൾ സവാദ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുക. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.